ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്ന രീതിയിൽ നമ്മൾ വായിച്ചു പോവുകയല്ല, മറിച്ച് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും വായിച്ചു കൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൽ പഠിക്കുന്ന വീട്ടമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ അടുത്ത് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പ്രിൻ്റഡായിട്ടും ഒറിജിനലായിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ ആൻസർ കീ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്റ്റഡിയിൽ. കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ തുടങ്ങിയതിൽ തന്നെയാണ് ഞാൻ 2-3 ലിസ്റ്റുകളിലായി ഉൾപ്പെട്ട് വന്നു. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കിൻ്റെ 1055/2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷ് പാർട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് ഷീ ഡാഷ് ഏർലിയർ ഷീ വുഡ് നോട്ട് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. ലീവ്സ്, ലെഫ്റ്റ്, ഹാഡ് ലെഫ്റ്റ്, വാസ് ലീവിങ്. ഇതിലെ ആൻസർ ഓപ്ഷൻ സി ഹാഡ് ലെഫ്റ്റ് ആണ്. ഇഫ് ഷീ ഹാഡ് ലെഫ്റ്റ് ഏർലിയർ ഷീ വുഡ് നോട്ട് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. വുഡ് നോട്ട് ഹാവ് മിസ്ഡ് വരുമ്പോൾ ഹാഡ് പ്ലസ് V3. ഹി ഡെലിവേർഡ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി ഡെലിവേർഡ് ഡാഷ് ഇംപ്രസീവ് സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ്. എ, ആൻ, ദ, നോ ആർട്ടിക്കിൾ. ഇതിൽ ഓപ്ഷൻ ബി ആൻ ഇംപ്രസീവ് സ്പീച്ച് എന്നാണ്. ഓക്കെ, ഇത് വവൽ സൗണ്ടാണ്, ആൻ ഇംപ്രസീവ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഡാഷ് ജോയിനിങ് ദ കമ്മിറ്റി. ഇൻ, ഓൺ, അറ്റ്, ഫോർ. ഇതിൽ ഓപ്ഷൻ എ ഇൻ ആണ് കറക്റ്റ് ആൻസർ. ഇൻട്രസ്റ്റഡ് ഇൻ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേർഡ്സ് ഫോളോഡ് പ്രിപ്പോസിഷൻസ് ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. ഷീ സെഡ് വി ഹാവ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ, ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഷീ സെഡ് ദാറ്റ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. ഓപ്ഷൻ സി ഷീ സെഡ് ദാറ്റ് വി ഹാഡ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. ഓപ്ഷൻ ഡി ഷീ സെഡ് ദാറ്റ് ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഷീ സെഡ് ദാറ്റ് ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ്. നമ്പർ 5. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് ബ്രീഫ്. ബ്രീഫിൻ്റെ സിനോണിം ലെങ്തി, പെർമനൻറ്റ്, ഡീറ്റെയിൽഡ്, ഷോർട്ട്. ഇതിൽ ഓപ്ഷൻ ഡി ഷോർട്ടാണ് കറക്റ്റ് സിനോണിം. പിക്ക് ദ കറക്റ്റ് ആൻറ്റണിം ഫോർ ദ വേർഡ് എക്സ്പാൻഡ്. ഇൻക്രീസ്, എൻലാർജ്, എക്സ്റ്റെൻഡ്, റെഡ്യൂസ്. എക്സ്പാൻഡിൻ്റെ ആൻറ്റണിമാണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ ഡി റെഡ്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹാർഡ്ലി ദ മീറ്റിംഗ് ബിഗൺ. ഹാർഡ്ലി ഡാഷ് ദ മീറ്റിംഗ് ബിഗൺ വെൻ ദ പവർ വെൻറ്റ് ഔട്ട്. ഹാസ്, ഹാഡ്, ഡിഡ്, വാസ്. ഓപ്ഷൻ ബി ഹാഡ് ആണ് കറക്റ്റ് ആൻസർ. ഹാർഡ്ലി ഹാഡ് ദ മീറ്റിംഗ് ബിഗൺ വെൻ ദ പവർ വെൻറ്റ് ഔട്ട്. ഓക്കെ, ബിഗൺ എന്ന് പറഞ്ഞാൽ V3 ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ സെൽഡം സ്പീക്സ് ഇൻ ക്ലാസ്. ഇതിലെ ക്വസ്റ്റ്യൻ ടാഗാണ് ഡസ് ഷീ, ഡസിൻറ്റ് ഷീ, ഡിഡ് ഷീ, ഈസിൻറ്റ് ഷീ. ഓക്കെ, സെൽഡം വന്നോട് നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ നെഗറ്റീവ് ഉള്ളത് നമുക്ക് ഒഴിവാക്കാം. ബിയും ഡിയും നെഗറ്റീവാണ്, അത് ഒഴിവാക്കി. ഇനി നമ്മൾ മുന്നിലുള്ള ഓപ്ഷൻസാണ് ഡസ് ഷീ, ഡിഡ് ഷീ. ഇതിൽ സ്പീക്സ് വന്നുകൊണ്ട് എസ് ഫോമാണ്. അപ്പോൾ ഡസ് ഷീ ആണ് ആൻസർ. ഷീ സെൽഡം സ്പീക്സ് ഇൻ ക്ലാസ്, ഡസ് ഷീ.
ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. എ പേഴ്സൺ ഹൂ സ്പീക്സ് മോർ ദാൻ വൺ ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. ലിംഗ്വിസ്റ്റിക്, ഒറാറ്റർ, പോളിഗ്ലോട്ട്, ട്രാൻസ്ലേറ്റർ. പോളിഗ്ലോട്ടാണ് ആൻസർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. 10th ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ഇതിൽ ഓപ്ഷൻ ബി എംബരാസ്മെൻറ്റ്. എംബരാസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് EMBARRASSMENT. ക്വസ്റ്റ്യൻ 11 മുതൽ 20 വരെ GK ക്വസ്റ്റ്യൻസ് ആണ്. 11. ഗുരുതരവും വ്യവസ്ഥാപിതവുമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അംഗരാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ഏത് UN ഏജൻസിക്കാണ് അധികാരമുള്ളത്? ആൻസർ, ഇതിൽ നമ്മൾ ആൻസർ വായിച്ചു പോകാം. സുരക്ഷാ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം ജനറൽ അസംബ്ലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന ഗൂഢാലോചന കേസുകളിൽ ഏതൊക്കെയാണ് തെറ്റായി പൊരുത്തപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ശരിയായത് നമുക്ക് വായിക്കാം. ശരിയായത് അലിപ്പൂർ ബോംബ് കേസ് അരവിന്ദ ഘോഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കക്കേരി കേസ് രാംപ്രസാദ് ബിസ്മിലുമായി ബന്ധപ്പെട്ടതാണ്. മീററ്റ് ഗൂഢാലോചന കേസ് അത് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് നമുക്ക് ഓപ്ഷൻ തന്നത്. ഇത് തെറ്റാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് ഏതായിരുന്നു? കൊല്ലം, നെയ്യാറ്റിൻകര, പത്മനാഭപുരം, ആറ്റിങ്ങൽ. ഇതിൽ ഓപ്ഷൻ സി പത്മനാഭപുരമാണ് ആൻസർ. സാമൂഹിക പരിഷ്കരണ തന്ത്രമായി മിശ്രജാതി ഭക്ഷണവും മിശ്രവിവാഹവും വാദിച്ച പരിഷ്കർത്താവ്? സ്വാമി വിവേകാനന്ദ, ഗോപാലകൃഷ്ണ ഗോഖലെ, ദയാനന്ദ സരസ്വതി, പെരിയാർ, EV രാമസ്വാമി. ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ EV രാമസ്വാമിയാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 15. കേരള സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ പട്ടം താണുപിള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണ് പ്രതിനിധീകരിച്ചത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതിൽ ഓപ്ഷൻ എ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആൻസർ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിവ് വന്നാൽ കാലാവധി കഴിഞ്ഞതിന് ശേഷമല്ല ഒഴിവ് വരുന്നത്. ഒഴിവ് നികത്തുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് എത്രയും വേഗം താഴെ പറയുന്ന ഏത് സമയത്തിനുള്ളിൽ നടത്തണം? 14 ദിവസം, 1 മാസം, 3 മാസം, 6 മാസം. 6 മാസമാണ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ. 2015 കേന്ദ്ര സർക്കാർ പഞ്ചവത്സര പദ്ധതി സംവിധാനം ഔദ്യോഗികമായി നിർത്തലാക്കുന്നതിന് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് പകരം സ്ഥാപിതമായ സ്ഥാപനമേത്? നീതി ആയോഗ്, PM ഗതിശക്തി, GST, PM ധൻജൻ യോജന. ഇതിൽ ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗാണ് ശരി. 18ാമത്തെ ക്വസ്റ്റ്യൻ. 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാന രൂപീകരണത്തിലേക്ക് നേരിട്ട് നയിച്ച കൂടാതെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ രൂപീകരണത്തിനും മറ്റു ഭാഷാ സംസ്ഥാനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾക്കും പ്രചോദനമായ 58 ദിവസത്തെ ഉപവാസവും തുടർന്നുള്ള ജീവത്യാഗവും ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടേതായിരുന്നു? പിംഗളി വെങ്കയ്യ, പോറ്റി ശ്രീരാമുലു, ഉജ്ജ്വല നരസിംഹറെഡ്ഡി, തങ്കുതുരി പ്രകാശം. ഇതിൽ ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമുലു ആണ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ. കലങ്കാരി ശൈലിയിലുള്ള പരമ്പരാഗത ചിത്രരചനാ രീതി ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാട്, ഒഡീഷ, ബീഹാർ, ആന്ധ്രാപ്രദേശ്. ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശാണ് ശരി. 20ാമത്തെ ക്വസ്റ്റ്യൻ. 1860 മുതൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പഴയ ക്രിമിനൽ നിയമമായ ഇന്ത്യൻ പീനൽ കോഡ് IPC മാറ്റി സ്ഥാപിക്കുന്നതിനായി ഭാരതീയ നീതിന്യായ സംഹിത BNS എന്ന പുതിയ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം? 2022, 2023, 2024, 2025. ഇതിൽ ഓപ്ഷൻ ബി 2023 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 21 മുതൽ 30 വരെ മാത്സ് ആണ്. 21. റോഹിത്തിന് അജയ്യേക്കാൾ പ്രായമുണ്ട്. നിവേദയേക്കാൾ പ്രായക്കൂടുതൽ അജയ്ക്കില്ല. ആകയാൽ ഇനി ഓപ്ഷൻസ് ആണ്. ഇതിലേതാണ് ശരി നോക്കാം. നിവേദ റോഹിത്തിനേക്കാൾ പ്രായമുള്ളയാളാണ്. രണ്ടാമത്തത് നിവേദയ്ക്ക് റോഹിത്തിനേക്കാൾ പ്രായക്കുറവുണ്ട്. മൂന്നാമത്തത് നിവേദയും അജയും ഒരേ പ്രായക്കാരാണ്. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചത്. അതിൽ ഓപ്ഷൻ സി 2 ആണ് ശരി. നിവേദയ്ക്ക് റോഹിത്തിനേക്കാൾ പ്രായക്കുറവുണ്ട്.
22ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മനോജ് പറഞ്ഞു, ഇവൾ എൻ്റെ മുത്തച്ഛൻ്റെ മരുമകളുടെ മകളാണ്. മനോജും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരി, ആൻറ്റി, മാതാവ്, ഇവരൊന്നുമല്ല. ഇതിൽ ഓപ്ഷൻ എ സഹോദരിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബി സി എഫ് ജി, സി ഡി ജി എച്ച്, ഡി ഇ എച്ച് ഐ, ഇ എഫ് ഐ ജെ എന്നീ സീരീസിലെ അടുത്ത ജോഡി കണ്ടെത്തുക. ഇതിലേതാ നോക്കാം. ഇതിൽ ഓപ്ഷൻ തന്നത് ഓപ്ഷൻ എ ജി എച്ച് എൽ എം, ഓപ്ഷൻ ബി എച്ച് ഐ കെ എൽ, ഓപ്ഷൻ സി എഫ് ജി ജെ കെ, ഓപ്ഷൻ ഡി ഐ ജെ എൻ ഒ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ബി സി എഫ് ജി. ഓക്കെ, ഇതിൽ ബി, ഫസ്റ്റത് ബി. ഓക്കെ, നെക്സ്റ്റിൽ സി, നെക്സ്റ്റ് ഡി, ഇ, അടുത്തതപ്പോൾ വരുമ്പോൾ എഫ്. ഓക്കെ, അപ്പോൾ സി, ഡി, ഇ, എഫ്, നെക്സ്റ്റ് ജി. അടുത്ത് എഫ്, ജി, എച്ച്, ഐ, നെക്സ്റ്റ് ജെ, ജി, എച്ച്, ഐ, ജെ, നെക്സ്റ്റ് കെ. അപ്പോൾ ആൻസർ എഫ് ജി ജെ കെ. ഓക്കെ, ഓപ്ഷൻ സി എഫ് ജി ജെ കെ ആണ് ആൻസർ. താഴത്തെ സീരീസിലെ ഒരു നമ്പർ തെറ്റാണ്. തെറ്റായ നമ്പർ കണ്ടെത്തുക. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 9, 15, 27, 45, 69, 88. അപ്പോൾ ഇതിലെ ആൻസർ 88 തെറ്റായ നമ്പർ. കാരണം ബാക്കിയെല്ലാം 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. താഴത്തെ പാറ്റേണിലെ നമ്പറുകൾ ശ്രദ്ധയോടെ നോക്കിയ ശേഷം അടുത്ത നമ്പറുകൾ ഏതെന്ന് കണ്ടുപിടിക്കുക. 9, 13, 10, 14, 11, 15. അപ്പോൾ അടുത്ത 2 നമ്പർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇതിൽ 9 കഴിഞ്ഞ് 1 ഇടവിട്ട സംഖ്യകൾ 9, 10, 11, നെക്സ്റ്റ് ഇനി 12 വരും. ഓക്കെ, പിന്നെ അടുത്തത് 13, 1 ഇടവിട്ട് 14, 1 ഇടവിട്ട് 15, നെക്സ്റ്റ് 1 ഇടവിട്ട് 16. അപ്പോൾ ഓപ്ഷൻ സി 12, 16 ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസലാണ്, അത് നോക്കണ്ട. 27. ഇന്ത്യൻ സ്നേക്ക് റൂട്ട് അഥവാ സർപ്പഗന്ധി എന്ന കുറ്റിച്ചെടിയിൽ സമൃദ്ധമായി റിസർപ്പൈൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. താഴെ പറയുന്നവയിൽ മേൽ പ്രസ്താവനയോട് ഏറ്റവും യോജിക്കുന്നത് ഏതാണ്? എ. രക്തസമ്മർദ്ദ ചികിത്സയ്ക്ക് റിസർപ്പൈൻ എന്ന ആൽക്കലോയിഡ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ബി. ഔഷധ കുറ്റിച്ചെടിയായ സർപ്പഗന്ധിയിൽ റിസർപ്പൈൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. സി. ഉറക്കമില്ലായ്മയുടെ ചികിത്സയ്ക്കുള്ള ഏക മരുന്നാണ് റിസർപ്പൈൻ എന്ന ആൽക്കലോയിഡ്. ഡി. ഇവയൊന്നുമല്ല. ഇതിൽ ബി ആണ് ശരി. ഔഷധ കുറ്റിച്ചെടിയായ സർപ്പഗന്ധിയിൽ റിസർപ്പൈൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഭിന്നസംഖ്യകളിൽ 3-1 കുറവുള്ളത് ഏതാണ്? ഇതിൽ 22/63, 4/11, 15/46, 33/98. ഇതിൽ ഓപ്ഷൻ സി 15/46 ശരി ആൻസർ. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. 1000 രൂപ യഥാർത്ഥ വിലയുള്ള തയ്യൽ മെഷീൻ 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. 6 മാസം കഴിഞ്ഞ് 15% ഡിസ്കൗണ്ടിൽ മറിച്ച് വിൽക്കുന്നു. തയ്യൽ മെഷീൻ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക? ഇതിൽ ഓപ്ഷൻ എ 800, ഓപ്ഷൻ ബി 765, ഓപ്ഷൻ സി 900, ഓപ്ഷൻ ഡി 750. 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 100 രൂപയാണ്. 100 കഴിച്ചാൽ 900 രൂപ വരും. അപ്പോൾ അതിൻ്റെ 15% പിന്നെയും കിഴിവാണ്. അപ്പോൾ 15% കാണുമ്പോൾ 135. 900 നിന്ന് 135 പോയാൽ 765. ഓപ്ഷൻ ബി 765 കറക്റ്റ് ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൻ്റെ ഏറ്റവും അനുയോജ്യമായ ബന്ധം വ്യക്തമാക്കുന്ന വാക്കോ ജോഡിയോ തിരഞ്ഞെടുക്കുക. ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റ് കരൾ. അപ്പോൾ നെഫ്രോളജിസ്റ്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ചെവി, ഹൃദയം, നട്ടെല്ല്, കിഡ്നി. ഇതിൽ ഓപ്ഷൻ ഡി കിഡ്നിയാണ് ആൻസർ. ഓക്കെ, അടുത്ത മുതൽ കോപ്പറേഷൻ പാർട്ടാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നബാർഡ് അറ്റ് മാംഗ്ലൂരു വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓപ്ഷൻ എ November 1984,
ഓപ്ഷൻ ബി ജൂലൈ 1982, ഓപ്ഷൻ സി സെപ്റ്റംബർ 1983, ഓപ്ഷൻ ഡി ജൂൺ 1985, ഓപ്ഷൻ എ നവംബർ 1984 ആണ് കറക്റ്റ് ആൻസർ. 32ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ടു റീപ്ലേസ് ദ സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി, സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്, മിർദ കമ്മിറ്റി, അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഇതിൽ ഓപ്ഷൻ ബി സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ ടാസ്ക് ഫോഴ്സ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൊഫസർ എ വൈദ്യനാഥൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ഡാഷ് ടു റെക്കമെൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ് an action plan for reviving the rural cooperative banking institutions. ഓപ്ഷൻ എ 2014, ബി 2007, സി 2004, ഡി 2002. ഇതിൽ ഓപ്ഷൻ സി 2004 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസലാണ്. 35 ദ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് അറ്റ് ജാങ്, നൗഗോൺ, പാറ്റ്ന, മദ്രാസ്. ഇതിൽ ഓപ്ഷൻ ബി നൗഗോൺ ആണ് കറക്റ്റ് ആൻസർ. 36 ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഹൂബ്ലി ഇൻ ദ ഫോർമർ ബോംബെ പ്രൊവിൻസ് ഇൻ 1913, 1915, 1920, 1922. ഇതിൽ ബി 1915 ആണ് കറക്റ്റ് ആൻസർ. 37ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ഡാഷ് ദ സെൻട്രൽ ബാങ്കിംഗ് എൻക്വയറി കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ലിമിറ്റഡ് ലയബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജനറലി നോൺ ആസ് അർബൻ ബാങ്ക്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഓപ്ഷൻ എ 1918, ബി 1920, സി 1927, ഡി 1931. ഇതിൽ ഓപ്ഷൻ ഡി 1931 ആണ് കറക്റ്റ് ആൻസർ. 38ാമത്തെ ക്വസ്റ്റ്യൻ കോപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് പുവർ പേഴ്സൺസ് വോളണ്ടറിലി യുണൈറ്റഡ് ഫോർ യൂട്ടിലൈസിംഗ് റെസിപ്രോക്കലി ദെയർ ഓൺ ഫോഴ്സസ്, റിസോഴ്സസ് ഓർ ബോത്ത് അണ്ടർ ദെയർ മ്യൂച്വൽ മാനേജ്മെൻറ്റ് ടു ദെയർ കോമൺ പ്രോഫിറ്റ് ഓർ ലോസ്. ഹൂസ് ഡെഫിനിഷൻ വാസ് ദിസ്? ഹെറിക്, ചാൾസ് ഗൈഡ്, സെയിൻറ്റ് സൈമൺ, കാൽവേർട്ട്. ഇതിൽ ഹെറിക് ആണ്, ഓപ്ഷൻ എ ഹെറിക് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ഇംപ്ലൈസ് ദാറ്റ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ആർ നോട്ട് അപ്പോർഷൻ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ്. ഓപ്പൺ വോളണ്ടറി മെമ്പർഷിപ്പ്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആണ് കറക്റ്റ് ആൻസർ. 41ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ട്? ഫാമേഴ്സ്, വേജ് ഏണേഴ്സ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ക്രാഫ്റ്റ്മെൻ. ഇതിൽ ഓപ്ഷൻ ബി വേജ് ഏണേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. നോട്ട് എ മെമ്പർ ആയത് വേജ് ഏണേഴ്സ് ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ജർമ്മനി ഡാഷ് ട്രൈഡ് ടു റെഡ്യൂസ് ദ സഫറിങ്സ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ ഷൂൾസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ബി ഡോക്ടർ വില്യം കിങ്, സി റെയ്ഫേഴ്സൺ, ഡി ഷൂൾസ്. ഓക്കെ, ഇതിൽ ഷൂൾസ് ആണ് കറക്റ്റ് ആൻസർ. അർബനിൽ ഷൂൾസും റൂറലിൽ റെയ്ഫേഴ്സണും. 43ാമത്തെ ക്വസ്റ്റ്യൻ ഹു എംഫസൈസ്ഡ് ദാറ്റ് ദ യൂസ് ഓഫ് മണി വാസ് അറ്റ് ദ റൂട്ട് ഓഫ് ഓൾ എവിൾസ്? ഷൂൾസ്, റോബർട്ട് ഓവൻ, ഹസ്, ഡോക്ടർ ആർ ഫിലിപ്സ്. ഇതിൽ ബി റോബർട്ട് ഓവൻ ആണ് കറക്റ്റ് ആൻസർ. ദ ഡെസിഷൻസ് ടു അഡ്മിറ്റ് ടു ദ മെമ്പർഷിപ്പ് ഓഫ് ICA ലൈസ് വിത്ത് ദ പ്രസിഡൻറ്റ്, ജനറൽ അസംബ്ലി, ഡയറക്ടർ ജനറൽ, ബോർഡ്. ബോർഡാണ് കറക്റ്റ് ആൻസർ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA യൂറോപ്പ് ഈസ് ഇൻ ബ്രസൽസ്, ലണ്ടൻ, ബെർലിൻ, മോസ്കോ. ബ്രസൽസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി ലോയുടെ പാർട്ടാണ് വരുന്നത്. 46 A cooperative society having as its members only other cooperative societies and the main object of it is to raise money and lend the sum to its members is a Apex Society, Federal Society, Central Society, Financing Bank. Option D Financing Bank ആണ് കറക്റ്റ് ആൻസർ. 47ാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർ ഷാൽ രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ, ഇത് കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. എക്കണോമിക് സൗണ്ട്നെസ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് എക്കണോമിക് സൗണ്ട്നെസ്. അപ്പോൾ ഇത് തെറ്റാണ്. രജിസ്ട്രാർ ഷാൽ നോട്ട് രജിസ്റ്റർ എ സൊസൈറ്റി ഇഫ് ദ രജിസ്ട്രേഷൻ ഓഫ് വിച്ച് ഹാവ് ആൻ അഡ്വേഴ്സ് ഇഫക്റ്റ് അപ്പോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്.
ഓക്കെ, അഡ്വേഴ്സ് ഇഫക്റ്റ് വന്നു വെച്ചാൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല രജിസ്ട്രാർക്ക്. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റായത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 48ാമത്തെ ക്വസ്റ്റ്യനാണ്. The general body of a society decided to enhance the share value from 250 to 500. An existing member shall continue as member without remitting enhanced share value for a period of 5 years, 3 years, 1 year, 6 months. ഇതിൽ 5 years ആണ് ആൻസർ വരുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ. സ്കീം ഫോർ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ടീം ഓഡിറ്റേഴ്സ് ഷാൽ ബി അപ്രൂവ്ഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, രജിസ്ട്രാർ, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ആൻസർ. 50ാമത്തെ ക്വസ്റ്റ്യൻ. ഫീ ഫോർ ഡിസൈഡിങ് ഇലക്ഷൻ പെറ്റീഷൻ ഷാൽ ബി റുപ്പീസ് ഡാഷ്. ഇലക്ഷൻ പെറ്റീഷൻ്റെ ഫീ ആണ് ചോദിച്ചത്. 4,000, 5,000, 5,500, 7,500. ഇതിൽ 7,500 ആണ് കറക്റ്റ് ആൻസർ. 51ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പർ ഷാൽ റെപ്രസെൻ്റ് എ മിനിമം ഓഫ് 100 മെമ്പേഴ്സ്. അപ്പോൾ 100 മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല, 50 മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് തെറ്റാണ്. മാക്സിമം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മെമ്പേഴ്സ് ഷാൽ ബി 500. അത് ശരിയാണ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ അമെൻഡ് ബൈലോ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് അമെൻഡ് ചെയ്യാം, ബൈലോ അമെൻഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റാണ് വരുത്തിക്കൂടാത്തത്. അമെൻമെൻറ്റിനുള്ള പവറുണ്ട്. സോ ഓപ്ഷൻ 1 ഓൺലിയാണ് റോങ് ആൻസർ. 52ാമത്തെ ക്വസ്റ്റ്യൻ. കാഷ്വൽ വേക്കൻസി ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഫിൽഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി ബൈ നോമിനേഷൻ ഷാൽ ബി വെരിഫൈഡ് ബൈ ജനറൽ ബോഡി, രജിസ്ട്രാർ, ഗവൺമെൻറ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓപ്ഷൻ ബി രജിസ്ട്രാർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 53ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ സെൻട്രൽ സൊസൈറ്റി. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ് സെൻട്രൽ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. 2ാമത്തത്. ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റി മണി ഫ്രം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഷാൽ ബി യൂസ്ഡ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതും തെറ്റാണ്. 3ാമത്തത്. ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ യൂസിങ് ഫണ്ട്സ് ഫ്രം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പ്രീവിയസ് റിട്ടേൺ പെർമിഷൻ ഫ്രം ഗവൺമെൻറ് ഷാൽ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ പ്രീവിയസ് റിട്ടേൺ പെർമിഷൻ ആവശ്യമാണ്. അപ്പം 3ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 54ാമത്തെ ക്വസ്റ്റ്യൻ. മാക്സിമം എമൗണ്ട് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മാക്സിമം എമൗണ്ട് 1 lakh. ഓക്കെ, ഓപ്ഷൻ 60,000, 70,000, 1 lakh, നോ ലിമിറ്റ്. ഓക്കെ, ഓപ്ഷൻ സി 1 lakh ആണ് കറക്റ്റ് ആൻസർ. 55ാമത്തെ ക്വസ്റ്റ്യൻ. നോ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഷാൽ ബി എൻട്രസ്റ്റഡ് വിത്ത് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ മോർ ദാൻ. അപ്പോൾ ഓപ്ഷൻസ് 3 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്, 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ്, 1 ഓഡിറ്റ്, നൺ ഓഫ് ദിസ്. ഇതിൽ ഓപ്ഷൻ ബി 2 കോൺസിക്യൂട്ടീവ് ഓഡിറ്റ് ആണ് ശരി. 56ാമത്തെ ക്വസ്റ്റ്യൻ. ദേ ഷാൽ ബി ദ അതോറിറ്റി ടു അക്കോർഡ് സാങ്ഷൻ ഫോർ എൻക്വയറി or investigation against chief executive officers appointed by government in cooperative society. Registrar, Managing Committee, Minister of Corporation, Government Secretary, Cooperative Department. ഇതിൽ ഓപ്ഷൻ ഡി ഗവൺമെൻറ് സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഡേ ഷാൽ ഗീവ് അപ്ലിക്കേഷൻ ടു സെറ്റ് aside സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ്. Decree holder, defaulter, any person having share in the property, all of this. All of this ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 58ാമത്തെ ക്വസ്റ്റ്യൻ. ദേ ഷാൽ ബി ദ അപ്പീൽ അതോറിറ്റി എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് ഡിസ്മിസൽ ഓഫ് സെക്രട്ടറി ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആസ് പെർ റൂൾ 198. മാനേജിംഗ് കമ്മിറ്റി, രജിസ്ട്രാർ, ഗവൺമെൻറ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഇതിൽ ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റിയാണ് കറക്റ്റ് ആൻസർ. 59ാമത്തെ ക്വസ്റ്റ്യൻ. ദർ ആർ ഡാഷ് മെമ്പേഴ്സ് ഇൻ ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റെപ്രസെൻറ്റിംഗ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് അണ്ടർ ഫങ്ഷണൽ രജിസ്ട്രാർ. 1, 2, 3, 4.
ഓപ്ഷൻ ബി 2 ആണ് കറക്റ്റ് ആൻസർ. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദ നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ടു മൂവ് നോ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി ഇൻ ദ ജനറൽ ബോഡി ഷാൽ ബി സൈൻഡ് ബൈ ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, നോ കോൺഫിഡൻസ് മോഷന് 1/3 മെമ്പേഴ്സാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഹാഫ് 1/2, 3/4, 1/3, നൺ ഓഫ് ദിസ്. ഇതിൽ 1/3 ആണ്. 61 മുതൽ അക്കൗണ്ടിങ്ങിൻ്റെ പാട്ടാണ്. 61, മിസ്സസ് എ ബി സി കമ്പനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹15,000 ബൈ ക്യാഷ് പേയ്മെൻറ്റ്. ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ കമ്പനീസ് ബുക്ക് ഓഫ് അക്കൗണ്ട് ആസ് ഫോളോസ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഓപ്ഷൻ എ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതിൽ ഓപ്ഷൻ ബി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ടാണ് ആൻസർ വരുന്നത്. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ലെഡ്ജർ ഈസ് കോൾഡ്. ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എൻട്രി, പോസ്റ്റിംഗ്, എൻറ്ററിങ്, റെക്കോർഡിംഗ്. ഇതിൽ പോസ്റ്റിംഗ് ആണ് ആൻസർ വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ നോൺ ട്രേഡിംഗ് കമ്പനി ഈസ് സെയിൽ ഓഫ് പ്രോപ്പർട്ടീസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ആണ് ആൻസർ വരുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ എ ഫ്യൂച്ചർ പീരീഡ്, ഫോർകാസ്റ്റ്, ബജറ്റ്, കോർപ്പറേറ്റ് പ്ലാന്, ട്രെൻഡ് അനാലിസിസ്. ഇതിൽ ഓപ്ഷൻ ബി ബജറ്റാണ് ആൻസർ. 65ാമത്തെ ക്വസ്റ്റ്യൻ, എ ടൂൾ ഫോർ ഇവാലുവേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ആൻഡ് അറൈവിംഗ് അറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, കോർപ്പറേറ്റ് പ്ലാൻ, ക്യാപിറ്റൽ ബജറ്റിംഗ്, CVP അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്. ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ് ആൻസർ. 66ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് ഐറ്റംസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ അനലൈസ്ഡ് ഇൻ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇതിൽ ഓപ്ഷൻ ഡി കോമൺ സൈസ് ബാലൻസ് ഷീറ്റാണ് ആൻസർ എന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ജേണൽ എൻട്രീസ് റെക്കോർഡഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ് ദാറ്റ് ആർ മോർ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. ഇതിൽ ബാലൻസിങ് എൻട്രി, ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, റിവേഴ്സ് എൻട്രി. ഇതിൽ ഓപ്ഷൻ സി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് ആൻസർ. 68ാമത്തെ ക്വസ്റ്റ്യൻ, അലവൻസ് മെയ്ഡ് ബൈ ക്രെഡിറ്റർ ടു ഹിസ് ഡെപ്റ്റർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ബീയിങ് പെയ്ഡ് വിത്തിൻ ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ്, കമ്മീഷൻ, ഡിവിഡൻറ്റ്, ക്യാഷ് ഡിസ്കൗണ്ട്, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ഓപ്ഷൻ സി ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ആൻസർ. 69, മെത്തേഡ്സ് ഓഫ് അപ്രൈസൽ ഓഫ് എ പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ആർ നോൺ ആസ് പ്രൊജക്റ്റ് പ്ലാനിംഗ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, മാസ്റ്റർ ബജറ്റ്, CVP. ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ് ആൻസർ. ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ ബൈ റെഡ്യൂസിങ് സ്ക്രാപ്പ് വാല്യൂ ഫ്രം ഒറിജിനൽ കോസ്റ്റ് ഓഫ് എൻ അസറ്റ് ആൻഡ് ദ ബാലൻസ് ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് എസ്റ്റിമേറ്റഡ് ആസ് ദ ലൈഫ് ഓഫ് അസറ്റ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓപ്ഷൻ ബി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് കറക്റ്റ് ആൻസർ. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓവർ സെവറൽ പീരീഡ്സ് ഓഫ് ടൈം ഇൻ പ്രൊപ്പോർഷൻ ടു ദ ആൻറ്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ്സ്, അബ്സോർപ്ഷൻ, അലോക്കേഷൻ, അപ്പോർഷൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ. ഇതിൽ അപ്പോർഷൻമെൻ്റ് ആണ് ആൻസർ. 72ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 73, ദ അക്കൗണ്ടിംഗ് സിസ്റ്റം അഡാപ്റ്റഡ് ഫോർ കൺവേർട്ടിംഗ് ദ പാസ്റ്റ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ അക്കോർഡിംഗ് ടു ദ കറൻറ്റ് പ്രൈസ് ലെവൽ ഈസ് കോൾഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ്, കൺവേർഷണൽ അക്കൗണ്ടിംഗ്, വേരിയബിൾ അക്കൗണ്ടിംഗ്. ഓപ്ഷൻ ബി ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ആണ് കറക്റ്റ് ആൻസർ. 74ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഈസ് കോൾഡ് കോൺട്രിബ്യൂഷൻ റേഷ്യോ, PV റേഷ്യോ, സെയിൽസ് റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ. PV റേഷ്യോ ആണ് കറക്റ്റ് ആൻസർ. 75ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് അനാലിസിസ് ഈസ് എ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടൂൾ, BEP, CVV, SWOT, GAAP, ഗ്യാപ്പ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി SWOT അനാലിസിസ് ആണ് കറക്റ്റ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, ടൈം വാല്യൂ ഓഫ് മണി ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ ദ ഫോളോവിങ് ടെക്നിക്ക്, ARR, IRR, CVP അനാലിസിസ്, പേ ബാക്ക് പീരീഡ്. ഓപ്ഷൻ ബി IRR ആണ് കറക്റ്റ് ആൻസർ. 77ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് വെസ്റ്റഡ് വിത്ത് ബോർഡ് ഓഫ് ദ സൊസൈറ്റി, സെക്രട്ടറി, ഓഡിറ്റർ, ജനറൽ ബോഡി. ബോർഡ് ഓഫ് ദ സൊസൈറ്റിയാണ് ആൻസർ. 78ാമത്തെ ക്വസ്റ്റ്യൻ, ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ
on its investment for the market value of firm to remain unchanged. Cost of debt, cost of capital, PV of cash inflow, PV of cash outflow. ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ആൻസർ. 79ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അനാലിസിസ് ത്രോസ് ലൈറ്റ്സ് ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ആൻഡ് ഈസ് ഓൾസോ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു റെമഡിയൽ മെഷേഴ്സ്. ABC, CVP, റേഷ്യോ, BEP. ഇതിൽ ഓപ്ഷൻ സി റേഷ്യോ അനാലിസിസ് ആണ് കറക്റ്റ് ആൻസർ. 80ാമത്തെ ക്വസ്റ്റ്യൻ എൻ എക്സാമ്പിൾ ഓഫ് ദ ലെവറേജ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രോഫിറ്റ് മാർജിൻ, ലിക്വിഡിറ്റി റേഷ്യോ. ഓപ്ഷൻ ബി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കറക്റ്റ് ആൻസർ. 81 മുതൽ ബാങ്കിങ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 81 ഇഫ് എ ചെക്ക് ബിയേഴ്സ് എ ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. ഏർലിയർ ദാൻ വരുമ്പോൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഓക്കെ. 82ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സർക്കംസ്റ്റാൻസസ് ദ ബാങ്ക് കനോട്ട് എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ. ആർട്ടിക്കിൾ കെപ്റ്റ് ഇൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, ഡോക്യുമെൻറ്റ് ഡെപ്പോസിറ്റ് ഇൻ സ്പെസിഫിക് പർപ്പസ്, സെക്യൂരിറ്റീസ് ഹെൽഡ് ഇൻ ട്രസ്റ്റ്, ഓൾ ഓഫ് ദ എബോ. ഓക്കെ, ഇതിൽ ഓൾ ഓഫ് ദ എബോ ആണ് കറക്റ്റ് ആൻസർ. ഇതിലൊന്നും റൈറ്റ് ഓഫ് ലീൻ ആപ്ലിക്കബിൾ അല്ല. 83 സെക്ഷൻ 131 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡീൽസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്റ്റിംഗ് ബാങ്കർ, മെറ്റീരിയൽ ആൾട്ടറേഷൻ, ഡബിൾ ക്രോസിംഗ്, എൻഡോഴ്സ്മെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്റ്റിംഗ് ബാങ്കറാണ് ആൻസർ. 84 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് BSBDA. BSBDAയുടെ ഫീച്ചർ അല്ലാത്തത്. നോ ഫ്രിൽ അക്കൗണ്ട്, ഫ്രീ ATM, മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്, ഫ്രീ ഡെപ്പോസിറ്റ്. ഇതിൽ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഫീച്ചർ അല്ല. ഇതിൽ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. നോ ഫ്രിൽ അക്കൗണ്ടാണ്, ഫ്രീ ATM ഉണ്ട്, ഫ്രീ ഡെപ്പോസിറ്റും ഉണ്ട്. 85 ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. വൈദ്യനാഥൻ, രംഗരാജൻ, നരസിംഹം, നരിമാൻ. ഇതിൽ ഓപ്ഷൻ സി നരസിംഹമാണ് കറക്റ്റ് ആൻസർ. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI ഇൻ 1999, 1994, 1996, 1997. 1996 ആണ് ആൻസർ. 87ാമത്തെ ക്വസ്റ്റ്യൻ NDTL ഈസ് ബാങ്കിങ് ഇൻ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. NDTL ഇതിൽ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലിക്വിഡിറ്റി, നെറ്റ് ഡിമാൻഡ് ആൻഡ് ട്രേഡിംഗ് ലിക്വിഡിറ്റി, നെറ്റ് ഡിമാൻഡ് ആൻഡ് ട്രേഡിംഗ് ലയബിലിറ്റി. നമുക്കറിയാം നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. 88ാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിംഗ് ഓഫ് ചെക്ക് മീൻസ് കൺഫർമേഷൻ റിക്വയർഡ് ഫ്രം ഡ്രോവർ, ഗുഡ് ഫോർ പേയ്മെൻറ്റ്, ഇൻസഫിഷ്യൻറ്റ് ബാലൻസ്, നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ബി ഗുഡ് ഫോർ പേയ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. 89ാമത്തെ ക്വസ്റ്റ്യൻ എ ബിൽ ദാറ്റ് ഈസ് സ്പോൺസേഡ്, ഡ്രോൺ, ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇസ് കോൾഡ് ക്ലീൻ ബിൽ, ഡിമാൻഡ് ബിൽ, ട്രേഡ് ബിൽ, കൈറ്റ് ബിൽ. കൈറ്റ് ബില്ലാണ് ആൻസർ. 90ാമത്തെ ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷ്യൂർഡ് സം ലിമിറ്റ് ഓൺ ഡെപ്പോസിറ്റ് ഈസ് ഡാഷ് ലാക്ക് റുപ്പീസ്. 1 lakh, 3 lakh, 5 lakh, നോ ലിമിറ്റ്. 5 lakh ആണ് അതിൻ്റെ ലിമിറ്റ്. DSCGCൻ്റെ ലിമിറ്റ് 5 lakh ആണ്. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് സെറ്റഡ് ബൈ RBI ഇൻ 2009, 2021, 2018, 2006. ഓപ്ഷൻ ബി 2021 ആണ് ആൻസർ. 92ാമത്തെ ക്വസ്റ്റ്യൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ ഫോറിൻ ബാങ്ക്, പ്രൈവറ്റ് ഓൺഡ് ഫിനാൻസ് എൻറ്റിറ്റീസ്, ഇൻഷുറൻസ് കമ്പനീസ്, നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. KCC നബാർഡിൻ്റെയാണ്. 93 ഫ്രം ദ ഫോളോവിങ് സെലക്ട് ആൻ എക്സാമ്പിൾ ഓഫ് NBFC. RRB, SBI, ശ്രീറാം ഫിനാൻസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസാണ് പറഞ്ഞത്. ശ്രീറാം ഫിനാൻസ് ആണ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് KSC. ഓക്കെ, 94ാമത്തെ ക്വസ്റ്റ്യൻ ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ്, ഇംപ്രൂവ് ബാങ്കിങ് സെക്യൂരിറ്റി, പ്രിവെൻറ്റ് ഫിനാൻഷ്യൽ ക്രൈംസ്, ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം KYCയുടെ അഡ്വാൻറ്റേജസ് ആണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എൻഡോഴ്സ്മെൻറ്റ്. ഫുൾ എൻഡോഴ്സ്മെൻറ്റ് ജനറൽ, സ്പെഷ്യൽ, സാൻറിക്കോസ്, ഫാക്കൽറ്റേറ്റീവ്. ഫുൾ എൻഡോഴ്സ്മെൻറ്റ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ
2013, 1969, 1975, 1976. 2013 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓർഗനൈസേഷൻ സെറ്റ്സ് ഇൻ്റർനാഷണൽ AML സ്റ്റാൻഡേർഡ്സ്? ഓക്കെ, AML മീൻസ് ആൻറ്റി മണി ലോണ്ടറിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ICA, IMF, FATF, SWIFT. ഓപ്ഷൻ സി FATF ആണ് കറക്റ്റ് ആൻസർ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. 98ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ഇസ് പ്രീപെയ്ഡ്, സെക്യൂർ ഫോർ പേയി, ഗ്യാരൻറ്റീഡ് പേയ്മെൻറ്റ്, ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. 99ാമത്തെ ക്വസ്റ്റ്യൻ. ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് ഡീൽസ് ഡാഷ് സെക്ഷൻ ഓഫ് BR ആക്ട്. സെക്ഷൻ 5B, സെക്ഷൻ 5C, സെക്ഷൻ 6, സെക്ഷൻ 7. ഓക്കെ, സെക്ഷൻ 5Bയിലാണ് ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ്. ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് കമ്പനിയാണ് 5Cയിൽ. 100ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് അക്കൗണ്ട് ഓൺലി ദ സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ടിൽ ദ ടൈം he or she ഈസ് അലൈവ്. എയ്തർ ഓ സർവൈവർ, ഫോർമർ ഓ സർവൈവർ, ലേറ്റർ ഓ സർവൈവർ, എനിവൺ ഓർ സർവൈവർ. ഇതിൽ ഓപ്ഷൻ സി ലേറ്റർ ഓർ സർവൈവർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലേറ്റർ ഓർ സർവൈവർ. എയ്തർ ഓർ സർവൈവർ ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ഫോർമർ ഓർ സർവൈവർ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർക്കാണ്. ഓക്കെ, എനിവൺ ഓർ സർവൈവർ ആർക്ക് വേണമെങ്കിലും. ഓക്കെ, നമ്മൾ 100 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.